കാത്തിരുന്നു. ഒരു ഇഞ്ച് പോലും നിങ്ങളെ ബോറടിപ്പിക്കാതെ നമ്മൾ എത്തിയിട്ടുണ്ട് ഓൺ ടൈം. വെൽക്കം ഓൾ ഓഫ് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി? അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സ് വേണം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. അടിപൊളി. ഇന്നത്തെ ഗേൾസ് അല്ലേ? യു ലുക്ക് സോ ക്രേസി യാർ. ഓക്കെ, ബോയ്സ് ഒന്നും അല്ല എന്നല്ല പറയുന്നത്, ഭയങ്കര ക്രേസിനെസ് അല്ല, ക്രേസിന്ന്. ഈ ക്രേസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ ക്രേസ് ആയിരിക്കും. എന്തിനാണ് ഏറ്റവും കൂടുതൽ ക്രേസ്? സിംഗ് എ സോങ്. സിംഗ് എ സോങ് ഞാൻ പാടണോ? സോങ്ങിനോടും സിംഗിങ്ങിനോടും ക്രേസ്. ഓക്കെ, നാട്ടുകാർക്ക് ഒരു ക്രേസ്, ആ ക്രേസ് സഹിക്കാൻ പറ്റാത്ത. ശരി, അങ്ങനെയാണെങ്കിൽ രാജോബ് ഷാ വാച്ച് എന്ത് വാച്ചെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ബിനുചേട്ടൻ എന്തിനോട് ഏറ്റവും കൂടുതൽ ക്രേസ്? ലക്ഷ്മിയുടെ അങ്ങനെ അടുത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എനിക്ക് സുഖിച്ചു. മതി, ചോദ്യം മതി. അങ്ങനെയാണെങ്കിൽ നേരെ ശ്രീവിദ്യ. ബിനുചേട്ടൻ അടിക്കാനല്ലേ ഏറ്റവും കൂടുതൽ? അയ്യോ, അത് ക്രേസ് അല്ല, അതെന്റെ അവകാശമാണ്, ഞാൻ ചെയ്യുന്ന തൊഴിലാണ്. എനിക്ക് ആക്ടിങ് ഭയങ്കര ക്രേസ് ആണ്. എനിക്ക് കാറ് ഭയങ്കര ക്രേസാ. മഴക്കാറാണ്. എനിക്ക് ഒരുപാടുണ്ട്. എന്നാലും ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വെള്ളം തിളപ്പിക്കുന്നതിനോട് ഭയങ്കര ക്രേസ് ആണ്. വെള്ളം തിളപ്പിക്കും? അതെ, വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ബാറ്ററി ഇട്ട് കുറച്ച് അട്ടയും പഴുതാരയും ഇവിടെ അങ്ങനെയാണല്ലോ എനിക്ക് പേരുണ്ടാക്കി തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ള കുറേയധികം ലൈക്ക് നമ്മുടേതായിട്ട് ഒരു യുണീക് സിഗ്നേച്ചർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ദ വെരി ഗോർജിയസ്, ദ വെരി ക്യൂട്ട്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ആക്ട്രസ് അന്നാബെൽ. അന്നാബെൻ നമ്മുടെ ഗസ്റ്റായി വന്നല്ലോ. കറക്റ്റ് അല്ല, അന്നാബെൻ വന്നില്ലേ ഗസ്റ്റ് ആയിട്ട്? പാട്ട് മാത്രം കറക്റ്റ്. നശിപ്പിക്കാൻ സമയം തരാം. ശരി, അപ്പോ ക്രേസി ഗേൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്രേസി ഗേളിന്റെ ക്രേസിനെസ് നമുക്ക് തുടങ്ങാം. 1 2 3 അങ്ങനെ കുറെ ബുള്ളറ്റിൻസ് വേണം. സിനിമ ഓഫ് കോഴ്സ്. ക്രേസ് നമ്പർ 2 ട്രാവൽ. ഓക്കെ, ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് ഒരാൾ പോലും സിനിമയെ പറ്റി പറഞ്ഞു. തമാശക്ക് പറയാൻ ആക്ടിങ് പറഞ്ഞായിരുന്നു, ആക്ടിംഗ് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ആരൊക്കെ പറഞ്ഞോളൂ. 1 2 ഇനി 3 ഉണ്ട് ബാക്കി. ഫുഡ്. ഓക്കെ, പിന്നെ എന്താ ക്രേസ്? അത്രയൊക്കെ ഉള്ളൂ. ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ക്രേസ് ഒന്നുമില്ല. കാരണം ബൈ പ്രൊഫഷൻ ഒരു ഫാഷൻ ഇൻഡസ്ട്രിന്ന് വന്നോണ്ട് അല്ലേ? ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുംബ്ലിംഗ് നൈറ്റ്സിൽ തൊടാണ്ട് എനിക്ക് പോവാൻ പറ്റണില്ല കേട്ടോ. അതിലെ സോങ്സ് ആണെങ്കിലും കുംബ്ലിംഗ് നൈറ്റ്സിൽ ഞാൻ തൊട്ടു. സോങ്സ് ആണെങ്കിലും ഇവരുടെ ആ ഒരു സീക്വൻസ്, കെമിസ്ട്രി ഒക്കെ. ആദ്യത്തെ സിനിമ തന്നെ ലൈക്ക് നല്ലൊരു ലവ് സ്റ്റോറി എല്ലാം ഉള്ളൊരു സിനിമയല്ലേ, ഭയങ്കര ഇഷ്ടമാവും. ഈ ബേബി മോളോട് ഒരുപാട് പേർക്ക് ആരാധനയുണ്ട്. അങ്ങനെ ബേബി മോളെ കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരാൾ നീ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. കൊണ്ടുവന്നോട്ടെ? യെസ്, വന്നോളൂ പ്ലീസ്. ഇതാരുടെ KTS പഠനയോ? നമസ്കാരം ഗോപി ചേട്ടാ. ഗോപിച്ചേട്ടൻ. അയ്യോ ബ്ലേഡ്. ഗോപിച്ചേട്ടൻ
ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അതേ ഷേപ്പ്. നടുതളത്തിൽ കളഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരു തെണ്ടിയുടെ ഓശാരത്തിനെ വരില്ലായിരുന്നു. ഹായ് അല്ല അതല്ലേ ഷമ്മി. മുഖം കാണുമ്പോ അറിയാം. ആ ഷമ്മി. പക്ഷെ ആ ചങ്കൂറ്റത്തെ നമ്മൾ മാനിക്കണം. കാരണം വെച്ചാല് ചമ്മിയിട്ടും ഞാൻ ചമ്മി എന്ന് സൂപ്പർ അതല്ല, ഞാൻ ഷമ്മി. ചേട്ടാ ചമ്മി തിലകൻ ചല്ലെന്ന് കുമ്പളങ്ങ നൈറ്റ്സിലെ പകത്ത് ബാസിൽ. എന്റെ തുപ്പലം ശരിച്ച് കയറി. ആരാ? അല്ല ചേട്ടാ പറഞ്ഞത് ചിലപ്പോ മാറിപ്പോയതാവും. ആരാ? ഒന്നുകൂടി പറഞ്ഞില്ല. ഞാൻ കുമ്പളങ്ങ നൈറ്റ്സിലെ ആ പകത്ത് ബാസിൽ. വീണ്ടും കയറി. ഇത് പകത് വാസല്ല, പകുതി ഫോസിൽ. ഞാൻ ഈ ബേബി മോളുടെ ബ്രദറാണ്. ഒരച്ചിലിട്ട് വാർത്ത പോലെ. ഓ കറക്റ്റ്. വിവരിക്കണം വേണ്ടല്ലോ. ബേബി മോളെ ഇവിടെ പറയേ, എന്താ ഇത്? എന്താ ക്ഷമിച്ചു? നമ്മളെ തറവാടിനെ പറ്റിയ സ്ഥലമാണോ ഇവിടെ വന്ന് നിൽക്കാൻ? നമ്മളെ തറവാടിന്റെ അന്തസ് പോകില്ലേ? ഞാൻ ഇവരെയൊക്കെ പറ്റി അന്വേഷിച്ചു. നല്ല പേരല്ലേ? മോശം 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 മോശം, ഇതുപോലെ മോശം ഇല്ല. ഹലോ ഹലോ ഹലോ, മോശമാണെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളല്ല, നിങ്ങൾ മാത്രം. ഞങ്ങൾക്ക് പരിപാടി തുടങ്ങണം. അതെ പിന്നെ ഇത്ര റേറ്റിംഗ് ഉള്ള ഒരു ഷോ ആണ് നിങ്ങൾ മോശം എന്ന് പറയണേ. അതെ, ഇത് ഷമ്മിയാ. ഷമ്മി ഷമ്മി ഹീറോടാ, ഹീറോ. ബൈമോളെ, എന്താ ബൈമോളെ ഇത്? എന്താ? നമുക്ക് പറ്റിയ സ്ഥലമല്ല, നമുക്ക് പറ്റിയ തറവാടല്ലത്. ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ച് മോശം മോശം മോശം. മോശം അവൻ പറഞ്ഞ കാണിച്ചത് നല്ല കാര്യമാണല്ലോ അല്ലേ? ബൈമോളെ, ഞാനില്ലാത്തപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാ പറഞ്ഞ്. പേഴ്സണൽ ആണെങ്കിലും എന്നാലും പറയൂ. സംഭവം ഞാൻ പറഞ്ഞു. പറയില്ലെന്നേ. കാണാൻ കൊള്ളാവുന്ന ഏത് ഗസ്റ്റ് പെമ്പിളേര് വന്നാലും ബ്രദറാന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഫാദറിനെക്കാളും പ്രായമുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്. ഞാന് ബാർബറാണ്. ബാർബർ ഷോപ്പിൽ തന്നെ പണി. ബാർബർ ഷോപ്പിൽ ഉഴുന്നോട് ഉണ്ടാക്കണം പണി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഊണിന് സഹായിച്ചു കൊടുക്കണം. പിന്നെ ചായ അടിക്കണം, വെള്ളം കോരണം, പിന്നെ കുറച്ച് നേരം ക്യാഷ്വൽ ഇരിക്കണം. അല്ല ഞാൻ ചോദിച്ചിട്ട് ഇതിനിടയ്ക്ക് എപ്പോഴും മുടി വെട്ടുകയും താടി പഠിക്കുകയൊക്കെ അപ്പൊ ചെയ്യണം. നിനക്കറിയാം മുടിവെട്ടാണ് അതിനകത്ത് പണിയെന്നറിയാം. അപ്പൊ നീ എന്നെ കളിയൊക്കെ അല്ല വേണ്ടി ക്ഷമിച്ചേട്ടാ, ചൂടാവല്ലേ ചേട്ടാ, അറിയാണ്ട് പറഞ്ഞ എന്താ ഇപ്പൊ ഇവിടെ ചമ്മി ഹീറോടാ, ഹീറോ. മനസ്സിലായാ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഈ ഷേവിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കടയൊക്കെ തുടങ്ങിയല്ലോ. നമ്മള് ഒന്നും അങ്ങനെ സേവ്യം കണക്കാക്കി ഒന്നും കിട്ടിയിട്ടില്ല. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ കിട്ടുന്ന വല്ല കുടുക്കലെല്ലാം ഇട്ട് വെക്കും. അല്ല സേവ്യം ഒന്നും ആയിട്ടില്ല ഇതുവരെ. അയ്യോ, അവൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എന്ത് ചേരുന്നാലും ഭയങ്കര കാശാണ്. പിന്നെ തൊടുന്ന് പിടിക്കുന്നതിന് കാശ് കൊടുക്കണം. പൈസ പുള്ളിക്ക് ഈ ബ്യൂട്ടീഷ്യനുമായിട്ട് മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് അറിവാട്ടോ. അതങ്ങനെ പറയുന്നേ. ടാറ്റു കുത്തുവോ? ടാറ്റു കുത്തുവോ? കുത്തുവന്ന അവന് പുറകെ കൂടെ ഒന്ന് പിച്ചാത്തിക്കെടുത്ത് കുത്താണ് അവന്റെ പണിയാറി. ടാറ്റു അല്ലേ? ടാറ്റുവോ? അതെ, ടൈറ്റസ്. ടൈറ്റസോ? ഞങ്ങൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന ടാറ്റു. അത് വിട്. 500 രൂപയ്ക്ക് എന്നെ അടിക്കുവോ? ഇന്നേ കാലത്ത് ആരുടെ കാശ് കൊടുത്താടി വാങ്ങിയത്? 500 രൂപയ്ക്ക് 500 രൂപ തന്നിട്ട് നിന്നെ അടിക്കാം. അതെന്തിനാ? എന്നെ അടിക്കുമെന്നല്ലേ ചോദിച്ചേ? ചേട്ടാ പച്ച കുത്തുവന്ന്. പച്ച കുത്തൂല അവൻ. അവൻ 60 അടിക്കണം, എന്നാലും അവന് കുത്തു വരുള്ളൂ. അവൻ കുത്തിന്റെ ആളാ. ഷമ്മി ഹീറോടാ, ഹീറോ. അന്ന പെന്ന ഹെന്നെ അടിക്കോ? ഞങ്ങള് ഹെന്നെ അടിക്കുമെന്ന് പാട്ട് പറഞ്ഞേ. അന്ന ബെന്ന ഹെന്നെ അടിക്കോ? അന്ന ബെന്ന. ഓ അല്ല, ഈ ബൈ പ്രൊഫഷൻ ബാർബർ ആയതുകൊണ്ടും ഈ സലൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കായിരിക്കും. അന്ന ബെൻ ഹെന്ന ചെയ്യോന്നായിരിക്കും. ഓ അങ്ങനെ. ഇല്ല. എന്താ ഈ ഒളിച്ചേക്കണേ? എന്താ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയൂ. ഒന്നുമില്ല. ബൈബിൾ എന്താ സംസാരിച്ചേ? ഇല്ല, ഒന്നുമില്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചു. പേഴ്സണൽ ആണെങ്കിലും പറയൂ. ഇല്ല, ഒന്നുമില്ല. ഞാനും കൂടെ അറിയട്ടെ. ഒന്നുമില്ലെന്നേ. എന്നെ പറ്റിയാണോ? ഇല്ല. അല്ല. എന്നെ പറ്റിയത് ഞാൻ ചോദിക്കട്ടെ, TP മാധവൻ ചേട്ടനോട്ടെ എന്നാ ഷമ്മി ഹീറോടാ, ഹീറോ. ഹീറോ ആണെങ്കിൽ ചേട്ടാ എന്നൊന്ന് ഷൂട്ട് എടുത്തിട്ട് ചേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് വിട്ടേക്കാം പൊന്നു പോലെ. അല്ല അത് ശരിയാവില്ല. അത് കരയണോ ഒളിച്ചേക്കാണോ? ഷമ്മിച്ചേട്ടാ അനങ്ങുന്നില്ല. ഇനി പണിയാ. ക്ഷമിച്ചേട്ടാ 5 കൊല്ലം. 5 കൊല്ലം. ആ സാംബശിവൻ ഇതിപ്പോ അന്യനാ. ഒരു അപ്പാവി മനിതരെ ഇന്താടി അടിക്കങ്ങളാണ്. എങ്കിട്ട് പോടാ പാക്കളാം.
ഷമ്മി ഹീറോടാ ഹീറോ. ഷമ്മി ഹീറോടാ ഹീറോ. ഷമ്മി ഹീറോ ആണെങ്കിൽ ഞാൻ വേണം. ഇപ്പൊ എന്താ സംസാരിച്ചേ? ഞാൻ ഒന്നും സംസാരിച്ചില്ലല്ലോ. അതെ അതെ, എന്നാലും എന്തോ സംസാരിച്ചു. എന്നെ പറ്റിയാണ് സംസാരിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചു. മോശം 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 മോശം. ഇപ്പൊ എന്നെ പറ്റി എന്താ സംസാരിച്ച? ഞാൻ ഇപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഷമ്മിച്ചേട്ടനല്ലേ പറഞ്ഞ മോശമാണെന്നൊക്കെ. അല്ല എന്തോ സംസാരിച്ചല്ലോ. അല്ല അങ്ങനെ ആയിരിക്കട്ടെ. അല്ല ഷമ്മി എന്ന് പറഞ്ഞല്ലേ? ഹലോ, നിങ്ങൾ ഹീറോ ആണ് സംഭവിച്ചത്. നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് ശരിയായ കാര്യമാണോ? നിങ്ങൾ ചിറ്റയ്ക്ക് തലക്കിട്ട് ഓരോരുത്തരെ കടിക്കാൻ. ആ സോറി കേട്ടോ, സോറി. ക്ഷമിക്കണേ ഒന്നേ. ആ. ഇവന് ഭ്രാന്താണോ അവന്? അഞ്ചു കൊല പന്നല. എവിടെ ഷമ്മി ഹീറോടാ ഹീറോ. ചേട്ടാ, ഞാൻ തങ്കച്ചന്റെ പെണ്ണാ. ഞാൻ ഒന്നും കൊണ്ടില്ലേ. എന്നും ചെയ്യില്ല, തങ്കച്ചന്റെ പെണ്ണാ. ഞാൻ ഒന്നും കൊണ്ടില്ല. തങ്കച്ചന്റെ പെണ്ണാ. നീ തങ്കത്തിന്റെ പെണ്ണാണ്. അയ്യോ വേണ്ട, ഞാൻ തങ്കച്ചന്റെ പെണ്ണാ. പാവാ. അയ്യോ പാവാ. ഷമ്മി ഹീറോടി ഹീറോ. ഷമ്മി ഹീറോടി. വേണ്ട, ഞാൻ പാവോ ഷമ്മി. ബേബി മോളെ ഇപ്പൊ എന്നെ പറ്റി വല്ല പറഞ്ഞ? ഇല്ല പറഞ്ഞില്ല. ഇത് തുണിയല്ല, വല എല്ലാവർക്കും കാണാം. നമുക്ക് ഈ വലയിൽ നിന്ന് ഇറങ്ങണേക്ക് മുമ്പ് കളയാം, എന്നിട്ട് പറയാം ആഫ്രിക്കൻ പായലാന്ന് പറയാം. ഇപ്പൊ ഷമ്മി ഹീറോ ആണോ? ഇപ്പൊ ഷമ്മി ഹീറോ അല്ല. പിന്നെ ഷമ്മി ഇപ്പൊ സീറോ ആണ്. സീറോ. അത് വെറും സീറോ അല്ല, ബിഗ് സീറോ. സത്യം പറഞ്ഞ ആരും ട്രൈ ചെയ്യാത്തൊരു ഇല്ല. ഓരോ കഥാപാത്രം ചെയ്യുമ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്താ ചോദിക്കുന്നത്, മക്കളെ ഇതാരാ ഇപ്പൊ ചെയ്തത്? അയ്യോ, ആ ഞെറ്റിയിലിരിക്കുന്ന ചപ്പാത്തി തരാമോന്ന്. എന്നാലും ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബ്രില്യന്റ് ആക്ട് ആയിരുന്നു. കാരണം ആരും ഇങ്ങനെ ഒരു മിക്സഡ് വേർഷൻ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കുംബ്ലങ്ങി നൈറ്റ്സിൽ തുടങ്ങി അതിന്റെ ഇടയിൽ നമ്മൾ എവിടെയൊക്കെ പോയി, അന്യനായി, ചാന്തുപുട്ടായി, വീണ്ടും ഇടയ്ക്ക് ഷമ്മിയായി തിരിച്ചു വന്നു. തങ്കു ബ്രില്യന്റ്. ഫഹസിനെയാണ് ചെയ്തത്. ആ കഥാപാത്രം ഞാൻ ചെയ്തു. അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ശല്യം ചെയ്യാൻ വേണ്ടി ആരോ ഒരാൾ വലയ്ക്കകത്ത് വന്നു. അങ്ങനെയൊക്കെ അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടന്റെ സ്കിറ്റൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ചേട്ടൻ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ മോളെ? ആ വലയിൽ വെച്ച് എന്താ ചെയ്തെന്ന് ചോദിക്കും. എന്താ ആ വലയ്ക്കകത്ത് വല ആ നെറ്റിനുള്ളിൽ എന്തായിരുന്നു? 12 ക്യാമറ ഉണ്ട് ഇവിടെ. 12 ക്യാമറയിൽ 12 ക്യാമറ അവിടെ ഇരിക്കുന്നേ. ഞാൻ ഒന്ന് ക്യാമറയിൽ കിട്ടാത്ത പലതും ഉണ്ടായിരുന്നു. രണ്ട് മുട്ടാണ് സത്യം. ഞാൻ ഒന്നും ചെയ്തില്ലേ? സത്യമാണോ? അവളെ വല്ലതും ചെയ്താ? സത്യം. ഈ ഫ്ലോറിനെ കൊണ്ട് സത്യം ഇട്. ഒന്നും പറഞ്ഞില്ലേ? ഞാൻ എന്റെ അച്ഛനെ പറഞ്ഞു. സത്യം. എന്റെ അച്ഛനെ പറഞ്ഞു കൊടുക്കും. അതൊന്നും അച്ഛൻ എന്തിനാ ആ രീതിയിൽ സംസാരിക്കുന്നത്? കാരണം എന്റെ അച്ഛന് പിന്നെ എനിക്ക് എന്റെ അച്ഛന് പറയണ്ടേ ഈ കാര്യങ്ങളൊക്കെ. നീ വന്ന വലയ്ക്കകത്ത് വന്ന് കയറി എന്തിനാണ്? കേറിയതല്ല, ചേട്ടനാണ് വലയിൽ വന്ന് എന്നെ കൂട്ടിയത്. നീ ആ വലയ്ക്കകത്തൊന്ന് കയറുകയും ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തങ്കുവിന്റെ പെണ്ണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കുംബ്ലങ്ങ നൈറ്റ്സിലെ ഫഹദ് ചേട്ടൻ എങ്ങനെയാ? ചേട്ടൻ എങ്ങനെയാ ഈ ചാന്ത് കൂട്ടായത്? മോശം മോശം മോശം. ചപ്പാത്തി കൊണ്ട് കൊടുക്കുന്നുണ്ടോ? കിച്ചണിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കുടുംബാരൊക്കെ വീട്ടില്. മോശം മോശം. ശരി, ഓക്കെ. എന്തായാലും തങ്കുവിന്റെ ഈ ഒരു പെർഫോമൻസിന് ഒരു ഞാൻ അനുവിന്റെ കൃതാവൊന്ന് ശരിയായി കൊടുക്കും. അല്ല വേണമെങ്കിൽ നമുക്കപ്പോ ഒരു വലിയ കൈഡി കൊടുക്കാം കേട്ടോ. സൂപ്പർ. തങ്കു അസലായിട്ട് ചെയ്തു, ഗംഭീരായിട്ട്. സൂപ്പർ. ഞാൻ കേക്കണ്ട. ക്ഷമിച്ചേട്ടാ, ബൈ. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ 2024 ഒരുപാട് ഹാപ്പി ന്യൂസ് ഉണ്ട്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴിലെ വിശേഷം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. സോ എന്താ പ്രേക്ഷകരെടുത്ത് നേരിട്ട് പറയൂ. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. കൊട്ടക്കാളി എന്നാണ് പേര്. കൊട്ടക്കാളി. അത് ഇപ്പോൾ ഫെബ്രുവരി ബേർലിൻ ഫിലിം ഫെസ്റ്റിവലിന് സെലക്ട് ആയി. അപ്പോൾ ഫെബ്രുവരി അവിടെ വേൾഡ് പ്രീമിയർ ഉണ്ട്. നമ്മുടെ വിനോദരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് മധുരയിലുള്ള ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിൽ മീന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യണേ. ഞാനും പിന്നെ സുരി സാറും ഉണ്ട് കൂടെ അഭിനയിക്കാൻ.
ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. എങ്ങനെയുണ്ടായിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിൽ ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. വളരെ നല്ല ആൾക്കാരായിരുന്നു. വളരെ ചെറിയൊരു സെറ്റായിരുന്നു. നമ്മളൊരു കണ്ടു കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നും, അത്രേ ഉള്ളൂ. കാരണം മൊത്തം ഒരു 60 പേരേ ഉള്ളൂ, ആക്ടേഴ്സും എല്ലാം കൂടി ഒരുമിച്ച്. അപ്പം അതേപോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അതേപോലെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. നല്ല രസമുള്ളൊരു കഥയുണ്ട്. ഒരു ട്രാവൽ പടമാണ്, ഒരു ദിവസം നടക്കുന്ന. അപ്പോ അന്ന ബെന്നിന്റെ ആദ്യത്തെ തമിഴ് മൂവി ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാണ്. ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു വില്ലേജ് ഗേൾ അല്ലേ? അതെ, അതെ. യെസ്. ബാക്കി ഇനി നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, ശേഷം ഇനി ബിഗ് സ്ക്രീനിൽ. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ്. വാട്ട് അബൌട്ട് നമ്മുടെ അതർ പ്രൊജക്ട്സ്? മലയാളം പപ്പ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പടം അഭിനയിച്ചായിരുന്നു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. 5 സെന്റും സെലീന എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോ എന്താണ് ശരിക്കുള്ള സീൻ? ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പപ്പയുടെ കൂടെ പപ്പ അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. അടിപൊളി. ഫേസ് ടു ഫേസ് ഒക്കെ സീൻ ഉണ്ടോ? ഉണ്ട്. ഞാനും പപ്പയും കൂടി സാറാസിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. എന്റെ പപ്പയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് ഈ പടത്തിലൊരു ഊളായിട്ട് അഭിനയിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്റെ അച്ഛനായോണ്ട് പറയുന്നത്. അപ്പൊ അപ്പ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ടി നിനക്ക് ചീത്ത പറയാൻ പറ്റിയ അവസരങ്ങൾ ഞാൻ തന്നെ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു തെലുങ്കു പടം ചെയ്തു. അത് ഒരു ചെറിയ വേഷമാണ്. പടം കൽക്കി എന്ന് പറഞ്ഞ പടമാണ്. തന്നെ കലക്കി. അത് പ്രഭാസിന്റെ പടമാണ്. പ്രഭാസും വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമാണ്. ഞങ്ങള് അടിമാലിൽ ഒന്നിച്ച മുന്തിരി വിറ്റ് നടന്ന ആളുകളാ. പ്രഭാസും ബച്ചൻ സാറും പിന്നെ ദീപിക പദുക്കോൺ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ്. ചെറിയൊരു ഭാഗം ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞത് വലിയ ഭാഗ്യല്ലേ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് വിഷസ്. എല്ലാം അടിപൊളിയാവട്ടെ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ അന്നെ വെൽക്കം ചെയ്യാണ്. സോ റെഡി? ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ് മോനെ. വി വെൽക്കം യു. മാജിക്കില് നമ്മൾ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്ക് പോകാൻ പോണേ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം? എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇഡലി. യോ തല്ലൂടണ്ട. എനിക്ക് ഇഡലി. എനിക്ക് നൂഡിൽസ്. ഓ ഓക്കെ. കാരണം ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ പുറത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം അല്ലേ? ശരി. ഞാൻ അടിമാലിക്ക് പുട്ട് തള്ളാൻ വേണ്ടിയാണ് അടിമാലിക്ക്. മാളൂട്ടി, കാലത്ത് എന്ത് എണീക്കും എന്ത് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് രാവിലെ എണീറ്റിട്ട് ഇഡലി, സാമ്പാർ, പിന്നെ ഉച്ചക്ക് ചോറ്, സാമ്പാറ്, മീൻകറി, ചിക്കൻ കറി. ഓ എല്ലാം ഉണ്ട്. തൈര് എല്ലാം. പിന്നെ പപ്പടം. ഇത്ര മതിയില്ലേ? ഇത്ര കുട്ടിക്ക് ഇഷ്ടമുള്ളൂ. എത്ര പേർക്കുള്ളത്? ലക്ഷ്മി, കുട്ടിത്തത്തിന്റെ വീട്ടിലെന്താണെന്ന് അറിയാമോ? അപ്പവും ചക്കക്കുരു സ്റ്റൂ. അത് സതീശമാവന് ഭയങ്കര ഇഷ്ടം. എന്റെ ഒരു ഇഷ്ടം പറയട്ടെ. കാലത്ത് നല്ല വെള്ളയപ്പം, സത്യത്തില് വെള്ളം വരിക, മുട്ട റോസ്റ്റ്, നല്ല കറപ്പിച്ചെടുത്തിട്ട് താറാവ് മുട്ട എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നല്ല ചൂട് പൊറോട്ടക്കകത്തേക്ക് സാമ്പാർ ഒഴിച്ചിട്ട് ബീഫ് കറി എന്തെങ്കിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ആഹാരത്തിന് മുമ്പാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉരുളിയിൽ പോർന്ന് തിന്നും. എന്താ ഉരുളിയിൽ പോർന്നത്? അത് അവിടുത്തെ ഒരു ഉരുളിയിൽ പോർന്നത് നമുക്ക് മീൻകറിയായിട്ട് എന്തായിട്ടും തിന്നാം. ഉണ്ടിയും തോരവെള്ളം. ഉണ്ടിയും തോരവെള്ളം. അതെല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാ. എല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാ. പിന്നെ ഗോളി ബജ. അതെ, കഥ മാറിപ്പോയി. എപ്പിസോഡിന്റെ സർട്ടിഫിക്കറ്റ് മാറിപ്പോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വന്നാലോ? ഇത് എന്താ സംഗതിയാ? ഉരുളിയിൽ പോർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം അത് പിറന്നതല്ല, പോർന്നത്. ഉരുളിയില് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതില് അപ്പം ചൂടും. അതിങ്ങനെ വെളിച്ചെണ്ണയിൽ വെന്തിട്ട് ചുറ്റും മറ്റേ ഇതാവും. കടിച്ചു കഴിഞ്ഞാൽ പൂരിയല്ല. ഞാൻ ഇവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്കറിയില്ല. അല്ല ചേച്ചി, ഇത് ഇത്രയും ഉണ്ടാവും. എനക്കും പിന്നെ ചേട്ടനും ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ബട്ടൂരയല്ല, അതെയല്ല, അരിയ. അത് നമുക്കറിയില്ല. ഉണ്ടിയല്ല, ഉണ്ടാ ഒന്ന് ഒന്നിച്ചറിയുമ്പോ ഉണ്ടിയായി പോയതാ. ഉണ്ടയും തോര വെള്ളം കോംബോ ആണ് അതിന്റെ. തോരയില്ലേ, കറുത്ത തോര, അത് വെള്ളം പോലെ ആക്കും. അതും ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ
ഇങ്ങനെ ഉണ്ട ആളുകളെ തല്ലുമോ? ഒരു റൗണ്ട് ആയിരിക്കും അപ്പം വെച്ചിട്ട് അത് നമ്മള് തവണ വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാന്ന് പറഞ്ഞാ അമ്മ ഉണ്ടാക്കാൻ എനിക്ക് നിങ്ങളൊക്കെ ഇഷ്ടം. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് നിന്ന് നേരെ നമുക്ക് അങ്ങേയറ്റത്തേക്ക് പിടിക്കാം. നേരെ തിരുവനന്തപുരത്തെ ആര്യനാട്ടേക്ക് പോവാണ്. അനു, കാലത്ത് എന്തായിരിക്കും? മധുരണ്ണൻ ചുട്ടത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പുട്ടും കടലയും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. പുട്ടും ചക്കക്കുരുടി. ചക്കക്കുരു ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടായി നിന്റെ വീട്ടില്. ചക്കക്കുരു പിന്നെ ഇല്ലാത്ത ഞാൻ ഹോർലിക്സ് ഇട്ട പാല് കുടിക്കാറുണ്ട്, ചിലപ്പോ ബൂസ്റ്റ് ബോൺവിറ്റോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. മാറി മാറി കുടിക്കാറുണ്ട്. പിന്നെ 3 ബുൾസെ. 3 ബുൾസെ. അതെ അതെ, അത് നെയ്യ് ഒഴിച്ചിട്ട്. പിന്നെ ഉച്ചയ്ക്ക് കപ്പയും ചിക്കൻ തോരനും ഭയങ്കര. അതെ അതെ, ഫേമസ്. പിന്നെ ബദാമും പാലും കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ട് കരുവാടിലാണ് കുങ്കുമപ്പൂ ഇട്ട് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ആഗ്രഹം. നേരെ നമ്മളിനി കാലിക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഷാഫിക്കയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു കിഡിലൻ കരിക്കിൻ ഷേക്കോ ജ്യൂസ്. അതെ 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 അതെ, ഇപ്പോഴും നാവിലാ രുചി. ഇളനീർ ജ്യൂസ് നാടിന്റെ ഒരു പാരമ്പര്യം. ഞാൻ എന്റെ നാടിനെ കുറിച്ച്, കോഴിക്കോടിനെ കുറിച്ച് എഴുതിയത് തന്നെ വിരുന്നിന്റെ നാട്ടില് വരുന്നുണ്ട് കൺമണി സദാ നിന്റെ ഗാനം കേൾക്കുവാൻ. രാവിലെ തന്നെ പല ഐറ്റംസും ഞങ്ങളെ നാട്ടിൽ കിട്ടും. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മിക്കവാറും എരിവുള്ള മീൻകറി ഉണ്ടെങ്കിലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. എനിക്ക് റജില ഉണ്ടാക്കി തരുന്നത് നല്ല മുളകിട്ട മീൻകറിയും അതുപോലെ മുട്ടപ്പത്തിരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 25 ഒക്കെ അങ്ങ് തിന്നാൻ പറ്റും. അല്ല, നൈസായിട്ടുള്ള സാധനമാണ്. ശരി, അതിനുശേഷം മിക്കവാറും റജില അവളെ നാട്ടിലെ വടകരയിലെ സ്പെഷ്യൽ ഉണ്ട്, ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് മിക്കവാറും ഉണ്ടാക്കും റജില. അവക്കും പ്രിയപ്പെട്ടതാണ്, എനിക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് ഉച്ചക്ക് അത് കഴിക്കും. രാത്രി എല്ലാ ദിവസവും ഇല്ല, മിക്കവാറും എന്നല്ലേ പറഞ്ഞേ, ഇട ദിവസങ്ങളില് ഭക്ഷണത്തിന്റെ കഥ കേട്ട് വയറിപ്പം അറിഞ്ഞു. ഓസ്ട്രേലിയ വരെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ട് വന്നാലോ? അതെ, വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഒരു കാര്യമുണ്ട്, ഞാനും എന്റെ ഫാമിലി ഞങ്ങൾ പ്രോപ്പർ സമയത്ത് ഞങ്ങൾ കഴിക്കാറില്ല. വെരി ഗുഡ്. വിശക്കുമ്പോൾ ഞങ്ങൾ കഴിക്കും. അത് ഓസ്ട്രേലിയയിൽ വരുന്ന പട്ടിണിയാണ്. ഞാൻ രാവിലെ മമ്മി ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു യോഗട്ടും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കും. പിന്നെ ലഞ്ച് ഞങ്ങള് ചോറ് കഴിക്കും, പക്ഷെ എല്ലാ ദിവസവും ചോറ് കഴിക്കത്തില്ല. ചോറും പിന്നെ പൊട്ടാറ്റോ കറി അല്ലെങ്കിൽ ബീഫ് ഓർ ഫിഷ് കറി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫുഡ് കഴിക്കും. പാസ്ത അല്ലെങ്കിൽ പിസ്സ എന്തെങ്കിലും. തങ്കച്ചൻ ചേട്ടനും അതാ കഴിക്കാറ്. മോളുടെ വീട്ടില് രാവിലെ ഒരു ദിവസം ചെന്നപ്പോ പിറ്റേന്ന് രാവിലത്തെ ഫ്രഷ് ജ്യൂസ്, തലേ ദിവസത്തെ പഴങ്കഞ്ഞി വെള്ളം വെച്ച് രാവിലെ വറ്റല മുളക് അതിനകത്ത് ഞെരടി ഉപ്പ് ഇട്ട് കൊടുക്കും. അല്ലടി, അതൊരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ വീട്ടിലെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ, ചേട്ടനടുത്ത് കുടിച്ച്. നമ്മളിനി നേരെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മള് കോഴിക്കോട് പോയി. എന്റെ മെനു ചോദിച്ചില്ല. അല്ല, നേരെ ഞാൻ തിരിച്ച് ആര്യനാട്ടിൽ വിതുരയിലേക്ക് വരികയാണ്. അതായത് മിനിറ്റും സെക്കൻഡും വെച്ചിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ തങ്കു. കാരണം ഈ ഹോട്ടൽ റൂമില്, നമ്മളിപ്പോ എല്ലാവരും ഹോട്ടലിലാണല്ലോ ഇവിടെ ഷൂട്ടിൽ വരുമ്പോ, തങ്കുനെ മാത്രം കാണുമ്പോണ്ടാവും 2 മണി 3 മണി 4 മണിക്ക് അലാം വെക്കണ പോലെ പുറത്തു പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ? രാവിലെ ഞാൻ ഏർലി മോർണിംഗ് 1 ഗ്രീൻ ടീ. 1 ഗ്രീൻ ടീ. 1 ഗ്രീൻ ടീ. ഐ സീ. നെക്സ്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റിന് ടീ, ദോശ. പിന്നെ എനിക്ക് ഐ ആം ദ ഫേവറേറ്റ് കഞ്ഞി കടല. കഞ്ഞി കടല ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എഗ് വൈറ്റ് കഴിക്കും. എഗ് വൈറ്റ്. ഓ മൈ ഗോഡ്. ഉച്ചക്ക് ഷാർപ്പ് 1 മണിക്ക് കുത്തരിച്ചോറ് ഊണ്, നല്ല മീൻകറി അല്ല, ഞാൻ കൂടുതലും വെജിറ്റേറിയൻ ആണ്. അവിയൽ, തോരൻ, അങ്ങനെ അച്ചാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. രാത്രി ആകുമ്പോ വീണ്ടും കഞ്ഞി. രാത്രി കഞ്ഞി കുടിച്ചിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി പിണങ്ങോ? പിണങ്ങും. ടീമേ, ഞങ്ങൾ എത്തി. വാതിലോർക്കൂ. ഫോട്ടോ വെച്ചില്ലേ വീട്ടില്? രാവിലെ എണീക്കുമ്പോ അമ്മച്ചി കിച്ചണിലായിക്കോളൂ. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തേങ്ങ എടുത്തിട്ട് ഒന്നാമ്പാലം എന്ന് പറയും, പിഴിഞ്ഞിട്ട് ഒന്നാമ്പാലം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ജീരകം, നല്ല ജീരകം, കുറച്ച് പഞ്ചസാരം കൂടി ഇട്ടിട്ട് ആ ചൂട് ഇടിയപ്പത്തിന്റെ മുഖത്തേക്ക് ഒന്നാമ്പാല് ഒഴിച്ചിട്ട് കഴിക്കലുണ്ട്. ഞാൻ 5 എണ്ണമെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചക്ക് ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ബീച്ചാണ്. ബീച്ചിന്റെ അവിടെ പോയിട്ട് നല്ല പെട്ടക്കണ അയില കിട്ടും. കാട്ടയില എന്ന് പറയും ഞങ്ങള്. ചോറ് കഴിഞ്ഞ പാത്രത്തിൽ ആ വലിയ അയിലട നല്ല ചൂട് കറി അങ്ങോട്ട് ഇട്ട് ചോറ് കുറച്ചിട്ട് അങ്ങോട്ട് പൊളിച്ചിട്ട് അങ്ങോട്ട് തിന്നണ തീറ്റില്ലേ. വീണ്ടും രാത്രി ആ അയിലട ഒരു വർഷം കൂടെ ഉണ്ടാവും. അവള് പറഞ്ഞതുപോലെ ആയിപ്പല്ല. എങ്ങനെ രാവിലെ ചക്കക്കുരു ഉണ്ടാവും, ഉച്ചയ്ക്ക് ചക്കക്കുരു കിടക്കാൻ. സാധാരണക്കാരുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ശരി, അപ്പൊ ഇവിടെ ഇത്രയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ചോദിക്കാൻ കാരണം സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് പുട്ടുകുറ്റി തള്ളുകുറ്റി.
പുട്ടുംകുറ്റി തള്ളുംകുറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2-3 പേരായിരിക്കും വരണ്ടായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോ ഒരു ടീം മെമ്പർ ഈ ഒരു എന്തതിനെ പറയാ, ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരാള് ലൈക്ക് അതിന്റെ ഉള്ളിൽ കിടക്കും. അപ്പോ നമ്മൾ 2 ബലൂൺ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വേണം ഈ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് പോണ്ടത്. ദെൻ രണ്ടാമത്തെ ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളെ തള്ളാനായിട്ട് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ തള്ളു 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 എന്ന് പറഞ്ഞത് ഉന്തി 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 ഈ പുട്ടുംകുറ്റി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ ടീമിലെ 3rd മെമ്പർ അവിടെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെ ഉള്ളിലത്തെ ആൾ എണീറ്റ് വന്ന് ഈ 2 ബലൂൺ ആ കോസ്റ്റ്യൂമിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ മാക്സിമം അതൊരു നല്ല അടിപൊളി രൂപത്തിലേക്കാക്കി ഒരു ഫോമിലേക്ക് ആക്കി കൊണ്ടുവരുന്ന മാക്സിമം നമ്പർ ഓഫ് ബലൂൺസ് യൂസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. റെഡി? നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തള്ളു തള്ളു തള്ളു. ഇനി കൊണ്ടുവരാ. എടാ അജുംഷ, അവളെങ്ങനെയെങ്കിലും സൈക്കിളെ കയറിയാണെങ്കിലും വന്നോളൂ. വാരിക്കാട് ഷാപ്പിൽ പോയിട്ട് കള്ളുകൂടിയന്മാർ ഇറങ്ങിപ്പോ ഒരു ഐഷു പോയ. അടി ഇറ്റലിയിൽ നിന്ന് വന്ന കൊച്ചേർന്ന് കാണിക്കണണ്ട. പെട്ടെന്ന് ഓട്ടറ അജുംഷ. അത് തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കിങ് കോങ്ങിന്റെ പ്രകടനമാണ് ഇതാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിനിഷ് ബാസിനെ അണിയിച്ചൊരുക്കുന്ന കിങ് കോങ്. പോട്ടെ കണ്ടിന്യൂ. എന്താണ് സംഭവം? പൊട്ടിപ്പോയോ? ഈക്വലായി ഇപ്പോ 2 പേരുടെ ഓരോന്ന് പോയി. അത് മാക്സിമം കുട്ടിത്തം കയറ്റി വിടണം കേട്ടോ. വിട്ടോ വണ്ടി വിട്ടോ അജുംഷ. എന്തൊക്കെ ചെയ്താലല്ലേ അല്ലേ അളിയാ അരി വായിക്കാൻ അല്ലേ അല്ലേ? ഞങ്ങളുടെ കൊച്ചു വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയേ. ടീമിലെ അടിക്കടി. അയ്യോ, ഒരെണ്ണം പൊട്ടി തിരിച്ചു പോണം. അല്ലല്ല, ഉള്ളത് വെച്ചാ മതി. നമ്മളെ ടീമിൽ തിരിച്ചു പോ. നമ്മളെ ടീമിൽ തിരിച്ചു പോ. Over. കാരണം എന്താണെന്നറിയാമോ? സൂസു നിർത്തി. അതുകൊണ്ട് നീ മാവില് കൊമ്പില് ചാടി കയറിയല്ലേ പറ്റുള്ളൂ. അവിടെ മാങ്ങയുണ്ട്, മാങ്ങ കിട്ടും. കുറച്ചുകൂടെ ഇനാഗ്രേഷൻ പിടിക്കണം. തുടങ്ങിക്കോട്ടെ. പക്ഷെ കേട് വന്ന് മാങ്ങ ചേച്ചി. കുട്ടിത്തം മാറി, ഇപ്പൊ മുറ്റിത്തമായി മാറി. കുട്ടിത്തം പറഞ്ഞാൽ കുറെ ഞങ്ങളോട് കളിയാക്കണ്. കുട്ടിത്തം ക്യൂട്ട്നെസ് ഒക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാ.
അത് ഉള്ളതാ എനിക്ക്. അയ്യോ ആ ചേട്ടനില്ലേ ക്യൂട്ട്നെസ് കിട്ടിത്തം. കുട്ടിത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കുട്ടിത്തം എന്ന് പറയുമ്പോ നമുക്ക് ഉള്ളി അരിയുമ്പോ വരുന്ന സാധനം. ഇനി ഇവർ രണ്ടുപേരിൽ ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് അറിയണം. അതിനു മുമ്പ് രണ്ടുപേരും ഫോർവേഡ് വരും. ഇതിലെ ജയിച്ചിട്ടുള്ളത് തങ്കച്ചൻ വിതുര ആന്റി. ഒരിക്കലുമല്ല വിനു അടിമാലി ആന്റി. എന്തിനെ കൂടെ തുള്ളിയത്? നമ്മൾ ജയിച്ചോണ്ട്. പക്ഷേ ഞാനങ്ങനെ എപ്പോഴും പലതും പറയും. അപ്പോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് ടു വീണ്ടും വിനു അടിമാലി ആന്റി. ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ തോറ്റോണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചാലഞ്ച് തന്നെയാണ്. അനുവിന്റെ ടീം തോറ്റു കഴിഞ്ഞാൽ എന്ത് ഇവര് പറഞ്ഞാലും ചെയ്യാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവർക്കുള്ള ടാസ്ക് നിങ്ങളല്ല കൊടുക്കുന്നത്, നിങ്ങൾക്കുള്ള ടാസ്ക് തരുന്നത് നിങ്ങളാണ്. ചേച്ചി ഇവിടെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ല എന്റെ ടീമിലുള്ള, എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്കുള്ള ടാസ്ക് കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം. ആ ടാസ്ക് ഇത്തവണ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാനായിട്ടല്ല പറയണേ. ആ ടാസ്ക് ഉള്ളത് ഇപ്പ വരും, സ്വന്തമായിട്ട് ഇപ്പൊ തന്നെ വരും. അപ്പറിയാം ബിനു അടിമാലിയുടെ ടീമിനാണോ തങ്കച്ചൻ വിതുര നയിക്കുന്ന ടീമിനാണോ ഇത്തവണ ഈ ഒരു ടാസ്ക് ലഭിക്കാൻ പോണെന്നുള്ളത്. ഇപ്പോഴും കഥയിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. അതായത് ആ ഒരു പക്ഷേയിൽ ഒരുപാട് കൺഫ്യൂഷൻ ആണ്. ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിട്ട് നിൽക്കണേ. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് ആണ് ഇതിലിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് ആണ് ഇതിലിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരാണ് എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഗെയിമിന്റെ പേര്? പുട്ടും കുറ്റി
തട്ടുംകുറ്റി ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഒരു പക്ഷേമില്ലാതെ ഒരു പക്ഷാഭേദവും ഇല്ലാതെ കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെ കറക്റ്റ് എണീക്കാൻ പറ്റുന്ന ഒരുമിച്ച് ടീമിനെയും കൂടെ എണീപ്പിക്കൂ. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിന്ന് ഇതായ മതി. കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗതി. നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഈ 5 ബോക്സിൽ അടങ്ങിയിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രീവിദ്യ വളരെയധികം കൂളാണല്ലോ. ഇത് 5ഉം ഞാൻ കാണിച്ചു തന്നോട്ടെ. നിങ്ങൾ നോക്കരുത്, നിങ്ങൾക്ക് ഇത് കാണാനുള്ള റൈറ്റ് ഇല്ല. യെസ്, ഓക്കെ, കണ്ടല്ലോ. ബിനീഷ് ബാസിന്റെ കൃഷ്ണമണിയിൽ നോക്കിയാൽ എല്ലാം നമുക്ക് മനസ്സിലാവും. കണ്ടല്ലോ. യെസ്, ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ടാസ്കുകളാണ്. ഞാൻ ഇനി പതുക്കെ പിന്നിലേക്ക് വന്ന് നിൽക്കാം. ഓക്കെ, അപ്പൊ ബിൻചേട്ടാ ഏറ്റെടുക്കല്ലേ? ബിൻചേട്ടന്റെ കയ്യിലാണ് ഇവർക്ക് സിമ്പിൾ ടാസ്ക് വേണോ വലിയ ടാസ്ക് വേണോ എന്നുള്ളത്. മനസ്സ് ഏതാണെന്നുള്ളത് ദിപ്പറി. ഇത് മതിയാ? നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കണേ, നിന്നോടാ ചോദിക്കണേ. ഇത് മതിയാ അല്ലെങ്കിൽ ഇതാവാ? ഇത് ഇത് മതിയാടി? ഇത് മതിയാ? ഇതാ? ആണെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ്റെ ഇഷ്ടം. Oh my God! തിരുപ്പതി ആയില്ലേടി നിനക്ക്? ഓക്കെ, ശരി. ബാക്കി എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാണ്. യെസ്, അപ്പൊ ബിനുചേട്ടൻ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടു കൂടി സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള ടാസ്ക്. ബിനുചേട്ടൻ ആദ്യം ഒന്ന് വരൂ. ബിനുചേട്ടൻ ആദ്യം ഒന്ന് വരൂ. കാരണം ഇത്രയും ലളിതമായ മനസ്സുള്ള ഒരാളാണ് ബിനു അടിമാലി. ഉറക്കെ വായിച്ചെടുക്കൂ. അല്ല അല്ല ബിനുചേട്ടാ, ഇപ്പഴല്ലേ ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ അവരോട് നിങ്ങളുടെ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി എന്താ കരുതിയിരിക്കുന്നതെന്ന് അറിയോ? പറഞ്ഞോടേട്ടാ. കർപ്പൂരം ഇങ്ങനെ കയ്യിൽ വെച്ചങ്ങ് കത്തിച്ചിട്ടങ്ങ് ആനന്ദിക്കുക. അയ്യോ, അപ്പോ ഗെയിമാണ്, ഫൺ ഷോ ആണ്. നിങ്ങൾ ആ ഒരു ഇതിൽ മാത്രം എടുക്കുക. കർപ്പൂരമാണ് കയ്യിൽ വെച്ച് കത്തിക്കുക, ഫൺ ഷോ ആയിട്ട് എടുക്കുക. അപ്പൊ എന്തെങ്കിലും ടാസ്കിലേക്ക് പിന്നെ വേറെ പ്രത്യേകത, കയ്യിൽ വെച്ച് കത്തിക്കുന്നതൊക്കെ കൊള്ളാം, കണ്ണീന്ന് വെള്ളം വരാൻ പാടില്ല. കാരണം ആരുടെയും കണ്ണീര് ഫ്ലോറിൽ വീണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് പിന്നോടിമാലിക്ക് അത് ശ്രീവിദ്യ വരും. കാരണം ആരതി ഒഴിഞ്ഞ് തുടങ്ങണമെങ്കിൽ അത് ശ്രീവിദ്യ തന്നെ വേണമെന്ന ബിൻചേട്ടൻ പറയണേ. വലത്തെ കയ്യിൽ കത്തിക്കാൻ പാടായിരുന്നോ? വലത്തെ കയ്യിൽ കത്തിച്ചാ ചോറുണ്ണാൻ പറ്റൂല എന്ന് പറഞ്ഞ് ചോറ് ആരെങ്കിലും വാരി തരും. കത്തിക്കട്ടെ? തിരിച്ച് എനിക്കൊരു ചാൻസ് കിട്ടിയ മെഴുകുതിരി ഞാൻ കത്തിക്കും. അതൊക്കെ ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ ഞാൻ ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ആരും കാണാത്ത ഭാഗത്തെ ഇതുവരെ ഉപദ്രവിച്ചിട്ടുള്ളൂ, പക്ഷെ ഇതങ്ങനെയല്ല. അതാ നീ ശ്രദ്ധിക്കണ്ടേ, ആരും കാണാത്ത സ്ഥലത്താണ് എന്നെ ഇത്ര നാൾ ഉപദ്രവിച്ചത്. കത്തിക്കേട്ടാ, അടുത്തെനിക്ക് ഒരു ഊളനെ കത്തിക്കാനുള്ളതാ. ഉദ്ഘാടനം ചെയ്യ്, പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യ്. ശ്വാസം പതുക്കെ വിടറി. ഇവള് എന്റെ 2 കിലോ ഇറച്ചി തന്നിട്ട് നീ പോയാ മതി. നൈസായിട്ട് ഫ്രീ ആയിട്ടൊരു പിച്ച് ഫ്രീതാ ഇവിടുത്തെ തൊലി പോയിട്ടോ. നീ വീട്ടിൽ ചെന്ന് വെച്ച് എന്റെ വൈഫ് ബാക്കി ഇറച്ചി എന്തെന്ന് ഞാൻ എന്നാ മറുപടി പറയും? ചേച്ചി എല്ലാവർക്കും വേണം.
ഞാൻ സഹിക്കാം, പക്ഷെ ഒരാളെയും വെറുതെ വിടരുത്. ഇനി ഓപ്പോസിറ്റ് ഞങ്ങൾ എന്തെങ്കിലും ജയിച്ചാ മെഴുകുതിരി ഞാൻ കത്തിക്കും. അത് മൂട്ടിൽ വെച്ച് കത്തിക്കും. അതെ, പള്ളിയിൽ പോയി പറഞ്ഞു. സാധാരണ ഒരു ടീം മെമ്പർ പറയാ അപ്പൊ എനിക്കോ കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടണ്ടെന്നല്ലേ. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും ഞാൻ നോക്കി. തങ്കച്ചൻ ചേട്ടനൊക്കെ തുള്ളിച്ചാടുമായിരുന്നു. സഹിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സഹിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഇവർക്ക് എല്ലാവർക്കും കുട്ടിത്തല്ല, ഇത് വേറെ കത്തിക്കിട്ടല്ലേ അനു വേണോ? അത് വേണോ? അനു ഈ 6 വർഷം ഈ ഒരു കോമ്പൗണ്ട് കേട്ടോ നിങ്ങളെ രണ്ടുപേരെയും സക്സസ്ഫുൾ ആക്കിയത്. അതാ എന്റെ കൈ തന്നെ നീ കത്തിക്കല്ലേ. എത്ര നാളത്തിന് ശേഷോ ഇതുപോലുള്ള ആചാരം ഇനിയുണ്ടോ ചേച്ചി? തലയിൽ നമുക്ക് കടുംചായ വെച്ച് എത്തിച്ചല്ലോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒന്നും ആലോചിക്കാതെ ഇത് എന്റെ അച്ഛന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. കാരണം എന്റെ അച്ഛനെ ഒരു ദിവസം എന്റെ അച്ഛൻ എത്ര പ്രാവശ്യം തുമ്മുന്ന് അറിയാമോ? എന്റെ അച്ഛന് വേണ്ടിട്ടാണ്. എന്റെ അച്ഛന്റെ കയ്യിരിപ്പുണ്ട് തുമ്പിനെ ഞാൻ ചെയ്യാൻ. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാരും കൈയടിച്ചേ. മതി പുള്ളിയെ പോലെ. ചേട്ടാ ഇനി ചേട്ടൻ പറയട്ടാ, ബാറ്റ് നടത്തുന്നത് ആരാ? നിന്റെ അച്ഛൻ. വേദനിക്കുന്നുണ്ടല്ലേ പോലെ അല്ലല്ലേ? അല്ല മോളെ, ഞാൻ വലിയ സുഖമില്ലല്ലേ? എല്ലാരും എന്താണ് നമ്മളൊരു ഫംഗ്ഷൻ നടക്കുമ്പം കുറച്ച് പേര് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളവർ പുറത്ത് തന്നെ ശരിയല്ല. ഒരു പച്ച ഉണ്ട് അളിയാ, ഒരു പച്ച ഉണ്ട്. അയ്യോ പക്ഷേ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഒരുമിച്ച് വന്നോളൂ. കത്തിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ടാസ്ക്? നന്നായിരുന്നു. ഒരു മുട്ട ഇടിക്കുന്ന ഓംലേറ്റ് അടിക്കാറുണ്ട്. ഹാസ്യം കേറി പോയില്ലോടാ. ഇത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം. എന്താടാ? ഇതെന്റെ കൈ വെച്ച് പാട്ട് പാടണം. അതെ, പാട്ട് പാടി ആശ്വസിപ്പിക്കാന്ന്. ശരി, അങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കൂ. ഞാനൊരു ആവശ്യത്തിന് പറഞ്ഞ ഇവന്റെ കയ്യിലല്ലേ ഇത് വെച്ച് കത്തിക്കേണ്ടത്, ഞാൻ പറയുന്നില്ല. ഓർക്കസ്ട്ര പ്ലീസ്. പാട്ടെന്ന് പറഞ്ഞവൻ എത്ര പൊള്ളലാണെങ്കിലും താമര. ഓർക്കസ്ട്ര പ്ലീസ്. എന്നിട്ടും മറ്റേ മ്യൂസിക് കിട്ടൂല. അത് ഏതാ പാട്ട്? വാതിലിൽ ആ വാതിലിൽ അതിന്റെ അനുവല്ലവി. അതിനും ചവിട്ടി പൊളിച്ചാരം അല്ല, അതിന്റെ അനുവല്ലവി. അതിന്റെ അനുവല്ലവി എന്താ? കാണാൻ ഓരോ വഴിതേ നിങ്ങളുമാണ് ഇല്ലയോ നാടകയില്ലയോ. പാട്ട് പാടാനും പറ്റില്ല, കൈ പൊള്ളുകയും. കലാകാരനല്ലാത്തവനെ ലോകം അംഗീകരിക്കും. നിന്നെ അതാളെ ആരും അംഗീകരിക്കാത്ത നിന്റെ കാര്യം പറഞ്ഞു. ശരി, ഇനി കമ്മിങ് ടു ദ ഫൈനൽ സ്റ്റേജ്. സിൻസിയർ ആയിട്ട് എല്ലാരും പറയാ, ഈ കർപ്പൂരം കയ്യിൽ വെച്ച് നമ്മൾ കത്തിച്ചപ്പോ എത്ര പേരുടെ കൈ പൊള്ളി? എന്റെ പൊള്ളി. എത്ര പേരുടെ കൈ പൊള്ളി? ലക്ഷ്മി, എന്റെ കൈ പൊള്ളുന്നതിന് മുന്നേ ഷാഫിക്ക് അത് ഊതി അണച്ചു.
എന്റെ കൈ പൊള്ളിയില്ല ഉള്ളത് പറയാലോ. ഞാൻ ഇപ്പൊ വെറുതെ കൈ അതെ, എത്ര പേരുടെ കൈ പൊള്ളി? ഞാൻ കുറച്ചേരം കൈ വെച്ചപ്പോ കൈ ചെറുതായിട്ട്. ഇതപ്പോ വിചിത്രമായ കൈയായിരിക്കും. നമ്മുടെ സ്റ്റാർ മാജിക് ടീം അങ്ങനെ ഒരിക്കലും ഒരാളെയും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക് വളരെ ബോറായിരുന്നു, ഓവർ ആക്ടിങ് ആയിരുന്നു. ആ സാധനമാണ് ഇത് പൊളിഞ്ഞു എന്നുള്ള പൊള്ളിയത് മുഴുവൻ അടിമാലിയുടെ നെഞ്ചാണ്. കാരണം അടുത്ത കളി തോറ്റു കഴിഞ്ഞാൽ ഇത് കത്തിക്കട്ടെ. ഓപ്പോസിറ്റ് ടീമിന് ഇപ്പോഴും അറിയണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ ഈ എന്നുള്ളൊരു ഫീലിലായിരിക്കും. ഇവിടെ അനു ഇവിടെ ഷൂട്ട് ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുമല്ല, പരിപാടി നടത്തുക. അപ്പോ ഇത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് ടീം ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇക്കായിരിക്കും. കാരണം ഇവരെന്തോ വലിയൊരു സംഭവം ചെയ്തു, ഒരു പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെയും കൈൻഡ് ഇൻഫർമേഷന് നമ്മളൊരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ പോലും കണ്ടിട്ടുണ്ടാവില്ല. കർപ്പൂരത്തിന്റെ താഴെയായിട്ട് ആ പ്രോപ്പർട്ടി താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കർപ്പൂരത്തിന്റെ ആ ഒരു ലൈക്ക് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീ നമ്മുടെ കയ്യിലേക്ക് പടരില്ല. അപ്പോ ഇത് പ്രോഗ്രാമിന് വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ അത്രയും പ്രിക്കോഷണറി മെഷറും നമ്മൾ അത്രയും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ചെയ്തതാ. കയ്യിലേക്ക് ഒരിക്കലും തീ വരില്ല. അപ്പൊ അത് നമ്മുടെ ആർട്ട് ടീമിന്റെ ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്. പക്ഷേ ഇത് കണ്ട് കുട്ടികളും നമുക്ക് അത്രയും പ്രായം തന്നെയാണ്. അടിമാലി ഒരു കളി ജയിച്ചിട്ട് അടിക്കാനും പറ്റിയില്ല. ഇപ്പൊ അടിമാലിയെ പറ്റിക്കുകയും കൂടി ചെയ്ത. അതല്ല ഇതിനകത്ത് കോമഡി എന്നാന്നറിയോ? കൈ പൊള്ളിയോ എന്റെ ഞരമ്പ് നുള്ളി മുറിച്ചും കിട്ടി. പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് നമ്മുടെ ഓഡിയൻസ് പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. നിങ്ങൾ ആരും വീട്ടിലത് ഇമിറ്റേറ്റ് ചെയ്യരുത്. നമ്മൾ അത്രയും ലൈക്ക് കത്തില്ല, കയ്യിൽ തീ വരില്ല എന്നുള്ളൊരു ഉറപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. ആൾക്കാർക്ക് പിന്നെ അതല്ലേ വേല. അല്ല, നമ്മുടെ ഗെയിംസ് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുള്ളതാണ്. തമാശക്ക് പോലും ലൈക്ക് ഒരു കർപ്പൂരം എടുത്ത് അവര് കയ്യിൽ കത്തിക്കാൻ താങ്ക് യു. ശ്രീവിദ്യ ഫസ്റ്റ് ആക്ടിങ് ശ്രീവിദ്യയുടെ ആയിരുന്നു. ശ്രീവിദ്യക്ക് അറിയായിരുന്നു കാര്യം കൈ പൊള്ളില്ല എന്നുള്ളത്. ഒന്ന് ഇറുതിയിൽ എണ്ണൊഴിക്കാൻ വേണ്ടിട്ട് അടുത്ത ആൾക്കാരെ പേടിപ്പിക്കാനും കൂടെ വേണ്ടിട്ട് നമ്മൾ തമ്മിൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ വിനീഷ് ബാസ്റ്റിൻ ശരിക്കും പേടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശ്രീവിദ്യ ഇങ്ങനെ ഒരു ഗെയിം ഞങ്ങൾ തോറ്റല്ലോ, അതിന് പകരം ഇങ്ങനെ ഒരു ശിക്ഷ തന്നല്ലോ. അങ്ങനെ ഒരു ശിക്ഷ മുഖേന വിനുചേട്ടന്റെ കൈ ഒടിക്കാൻ പറ്റിയ അവസരം ഉണ്ടാക്കി തന്ന അനുപേട്ടനോടും ഫ്ലവേഴ്സ് ടിവിയോടും എന്റെ സ്നേഹത്തിൽ കുതിർന്ന നന്ദി. ഫുൾ കുതിർത്തട്ടോ. ചാലഞ്ച് വെക്കണ്ടോ ഇപ്പോഴേ? ചലഞ്ചോ? ഞങ്ങളെ പറ്റിക്കാൻ എഴുതി വേണ്ട, വേറെന്തെങ്കിലും വലിയ ടാസ്ക് നല്ലതാ. ഇതുപോലെ തന്നെ ടാസ്ക്. അതല്ല, കർപ്പൂരം വേണ്ട, അത് ക്രൂരതയാണ്. നമുക്ക് അടുത്ത ഗെയിം മുതൽ ഇരുമ്പ് ഒഴിപ്പിച്ച് കൈ കൊടുക്കാം. അത് കൂടുതലല്ല. ഞാൻ പറയാം, അനുവിന്റെ ചെവിക്കാത്ത അട്ടയെ കയറ്റി വിട്ടാൽ മതി. വേണ്ട അത് കൊടുത്ത് വാറ്റിലിട്ട് കളയും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ഒരു തീപ്പൊരി എപ്പിസോഡായിരുന്നു എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പതാ തീ വരെ എത്തിയെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും അറിയില്ല. ബിനിച്ചേട്ടൻ പെട്ടെന്ന് മം ആയിപ്പോയി. കാരണം അടുത്ത എപ്പിസോഡിൽ ആരായിരിക്കും ജയിക്കുക, ആരായിരിക്കും തോൽക്കുക നമുക്കറിയില്ല. ഇതുപോലെ കിടലൻ ടാസ്കുകളായിട്ട് വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.